രാവിലെ തന്നെ ഇതെന്താ മുഖമൊക്കെ ഇങ്ങനെ ഇടിമിച്ചിരിക്കുന്നതെന്നല്ലേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന കേട്ടോ. അപ്പം നമ്മളിന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. നമുക്ക് അമ്പലത്തിൽ പോകണം. ഞാനും അമ്മയും ദേവൂട്ടനും കൂടെയാണ് പോകുന്നത്. ഇച്ചൂട്ടൻ വരുന്നില്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞു, അവന് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അമ്മയും ഞാനും നമ്മൾ അടുക്കളയിലെ ജോലിയൊക്കെ തീർത്തു. അത് കഴിഞ്ഞൊന്ന് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞിട്ട് ചീവീടിൻ്റെ സൗണ്ടും ആ ഒരു തണുപ്പും പിന്നെ കുഞ്ഞിക്കൊരികളുടെ സൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ സമയം കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മൾ ദേവൂട്ടനെ വിളിച്ചത്. ദേവൂട്ടൻ്റെ നല്ല ഉറക്കപ്പിച്ചാണ് എഴുന്നേറ്റ്. കുറേ സമയമൊക്കെ വെറുതെ ഇരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പല്ല് തേക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേവൂട്ടൻ പല്ലൊക്കെ തേക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഒരിതാണ്. നല്ല ഉറക്ക ക്ഷീണം വരുന്നുണ്ട്. ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അമ്മ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്ന് വിളിച്ചിട്ട് ഒരു രക്ഷയില്ല. ആൾ നല്ല പൂക്കുറ്റി ഉറക്കം. പിന്നെ ഞങ്ങൾ റെഡിയായിട്ട് പിന്നെ ഓട്ടോയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഞാനും അമ്മയും മാത്രമായിട്ട് അമ്പലത്തിലേക്ക് പോയത്. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താണെങ്കിലും ഒരു വഴക്കുറപ്പാണെന്ന് എനിക്കറിയായിരുന്നു. കാരണം അവൻ ഉറങ്ങിയതൊന്നും അറിഞ്ഞില്ലല്ലോ, അറിയാണ്ട് ഉറങ്ങിപ്പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്നെ കൂട്ടാണ്ട് പോയെന്ന് ചോദിച്ചിട്ട് ഒരു വഴക്ക് പ്രതീക്ഷിച്ചു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അമ്മ മനഃപൂർവ്വം എന്നെ വിളിക്കാഞ്ഞതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും റെഡിയായി. നമ്മളിന്ന് 3 അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ഏറ്റുമാനൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന കാഴ്ചയൊക്കെയാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് നീണ്ടൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഉപദേവതകളായി ദക്ഷിണാമൂർത്തി, ഗണപതി, അയ്യപ്പൻ, ദുർഗ, തൂണിന്മേൽ ഭഗവതി, ബ്രഹ്മരക്ഷസ്, നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ഭക്തർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒറ്റനാരങ്ങാമാല വഴിപാട് സമർപ്പണം നടത്തുന്നു.
സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ അടുത്തത് പോകുന്നത് നീണ്ടൂർ കുറ്റ്യാനിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. എന്തായാലും ഭാഗ്യമുണ്ടായിരുന്നു. നമ്മൾ 3 ക്ഷേത്രങ്ങളിലും തൊഴാൻ കയറിയ സമയത്തും പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്നിടം വരെയും നമുക്ക് മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിറങ്ങി കഴിഞ്ഞപ്പം ഒരു കുഞ്ഞി മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.